ഇന്ന് നമുക്ക് ന്യൂ ബ്രൺസ്വിക്കിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിചയപ്പെടുത്താം. ഇപ്പം അത് പ്രവർത്തിക്കുന്നില്ല. ഇത് സ്ഥിതി ചെയ്യുന്നത് മെക്കഡം ന്യൂ ബ്രൺസ്വിക്കിലാണ്. അവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് അഡൽറ്റിന് $10 വരുന്നത്. അവിടെ നമ്മൾ ആ ഫീസ് അടച്ചു കഴിയുമ്പോൾ ഒരു ഗൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ, ടിക്കറ്റിൻ്റെ സമയം, അവിടുത്തെ ഹോട്ടലിൽ എങ്ങനെയാണ് പണ്ട് രജിസ്റ്റർ ചെയ്തിരുന്നത്, അവിടുത്തെ ഡൈനിങ് ഹാൾ, പിന്നെ അവരന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഫോട്ടോസ്, എങ്ങനെയാണ് സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ് കൈമാറുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗൈഡ് നമ്മൾക്ക് എല്ലാം പറഞ്ഞു തരുന്നതാണ്. അവിടെ അവർ വർഷങ്ങളായിട്ട് പ്രിസർവ് ചെയ്തു പോരുന്നൊരു മ്യൂസിയം പോലെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ ഫോട്ടോസ്, പിന്നെ ഡൈനിങ് ടേബിള്, എല്ലാത്തിനും ഏകദേശം 100 അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ളതാണ്. 1900 CPR കനേഡിയൻ പസഫിക് റെയിൽവേ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്ന് തൊട്ട് ഏകദേശം 85 കാലഘട്ടം വരെ, അതായത് 1985 വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 95 സമയമായപ്പോഴത്തേന് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിന്നു. അതായത് ലാസ്റ്റ് ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു, അതും അവസാനിച്ചു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അന്ന് അവരുപയോഗിച്ചിരുന്ന പ്ലേറ്റ്സ്, പാത്രങ്ങൾ, പ്രത്യേകമായിട്ട് 7-അപ്പിൻ്റെ കുപ്പി വരെയും അവരന്ന് പ്രിസർവ് ചെയ്തിരിക്കുന്നു. ഇത് കുറച്ച് ട്രെയിനിൻ്റെ ടോയ്സ് പോലെ ചെറിയ ടോയ് മോഡൽ എന്ന് പറയാം. അപ്പോൾ അന്നത്തെ മോഡലുകളുടെ ഒരു റൂം, പിന്നെ അന്ന് ഡോക്ടർ ട്രെയിനിൽ ഒരു ഡെലിവറി നടത്തിയതും അതിൻ്റെ ഓർമ്മകളും, പഴയ വാഷ്റൂം, അന്ന് അവരുപയോഗിച്ച കാര്യങ്ങൾ, അതൊക്കെയാണ് സ്പെഷ്യലായിട്ട് അവിടെ കാണാനുള്ളത്. പിന്നെ അവിടെ അവിടുത്തെ മാനേജറസിൻ്റെ റൂം, പിന്നെ കണക്റ്റ് ബാത്റൂം, അങ്ങനത്തെ പഴയ ബെഡ്, അവരുപയോഗിച്ച ബുക്ക്, പിന്നെ വർക്കേഴ്സിന് വേണ്ടിയുള്ള വാഷ്റൂം, മർഫീസ് ബെഡ്, അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും നമുക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നെ അന്ന് വേൾഡ് വാർ 1 and 2 അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അതേ സെയിം യൂണിഫോം, പിന്നെ ആ ട്രെയിനിലുണ്ടായിരുന്ന ഫെസിലിറ്റി, ബെഡ്, ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി, പിന്നെ കസ്റ്റംസിൽ ബാഗേജിൻ്റെ കാര്യങ്ങൾ, പിന്നെ ജയിലിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു ബെഡും ഒരു വാഷ്റൂം വെച്ച് വളരെ ചെറിയ റൂമുകളാണ്.